ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന 10ാം ക്ലാസ്സിലെ 6ാമത്തെ ചാപ്റ്ററായ ട്രിഗ്നോമെട്രിയിലെ 10ാമത്തെ ഭാഗമാണ്. അതായത് പേജ് നമ്പർ 125 ക്വസ്റ്റ്യൻസ് 4ഉം 5ഉം ചോദ്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. 4ാമത്തെ ചോദ്യം ഇതാണ്: ഒരു ഗോപുരത്തിന്റെ ചുവട്ടിൽ നിൽക്കുന്ന 1.75 മീറ്റർ ഉയരമുള്ള ഒരാൾ 40 മീറ്റർ അകലെയുള്ള ഒരു കുന്നിന്റെ മുകളറ്റം 60 ഡിഗ്രി മേൽക്കോണിൽ കാണുന്നു. ഗോപുരത്തിന്റെ മുകളിൽ നിന്ന് നോക്കിയപ്പോൾ അത് 50 ഡിഗ്രി മേൽക്കോണിലാണ് കണ്ടത്. കുന്നിന്റെയും ഗോപുരത്തിന്റെയും ഉയരം കണക്കാക്കുക. അതായത് 1.7 മീറ്റർ ടോൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ഒരു ടവറിന്റെ ചുവട്ടിൽ നിൽക്കുന്നു. ആ ടവറിൽ നിന്ന് 40 മീറ്റർ അകലെയുള്ള ഒരു ഹില്ലിന്റെ ടോപ്പാണ് വാച്ച് ചെയ്യുന്നത്. അപ്പോൾ ഉണ്ടാകുന്ന ആംഗിൾ ഓഫ് എലവേഷൻ ആണ് 60 ഡിഗ്രി. ഇനി രണ്ടാമത് എന്താ പറയുന്നത്? സെയിം ആള് ആ ടവറിന്റെ മുകളിൽ കയറി നിൽക്കുകയാണ്, എന്നിട്ട് ഹില്ലിന്റെ ടോപ്പിലേക്ക് നോക്കുകയാണ്. അപ്പോൾ ഉണ്ടാകുന്ന ആംഗിൾ ഓഫ് എലവേഷൻ ആണ് 50 ഡിഗ്രി. അപ്പോൾ ടവറിന്റെയും ഹില്ലിന്റെയും ഹൈറ്റ് കാണണം. ഇവിടെ നമുക്ക് ഫിഗർ തന്നിട്ടില്ല. നേരത്തെ ചോദ്യവും ഇതും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇവിടെ ആ നോക്കുന്ന ആളുടെ ഹൈറ്റ് തന്നിട്ടുണ്ട്. നേരത്തെ ചോദ്യത്തിലൊന്നും ആ ഹൈറ്റ് തന്നിരുന്നില്ല. ഇവിടെ ഇതാണ് നമ്മുടെ ടവർ. ടവറിന് നമുക്ക് AB എന്ന് പേര് കൊടുക്കാം. ടവറിന്റെ ചുവട്ടിലാണ് കുട്ടി നിൽക്കുന്നത്. കുട്ടിയുടെ ഹൈറ്റ് 1.75 മീറ്റർ ആണ്. ഇത് 1.75 മീറ്റർ. അവിടെ ഇന്ന് കുട്ടി നോക്കുമ്പോൾ ആംഗിൾ ഓഫ് എലവേഷൻ 60 ഡിഗ്രി ആണ്. ഇതാണ് ഹില്ല്. ഈ കുട്ടിയും ഹില്ലിന്റെ ചുവടും തമ്മിൽ 40 മീറ്റർ ആണ് അകലം. പിന്നെ പറഞ്ഞിരിക്കുന്നത് ടവറിന്റെ മുകളിൽ കയറി കുട്ടി നിൽക്കുമ്പോൾ ഉണ്ടാക്കുന്ന ആംഗിൾ ഓഫ് എലവേഷൻ 50 ഡിഗ്രിയാണ്. സെയിം പോയിന്റിലേക്കാണ് നോക്കുന്നത്. അങ്ങനാണെങ്കിൽ ഈ ടവർ ABയുടെ ഹൈറ്റും ഹില്ല് CDയുടെ ഹൈറ്റുമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ 1.75 ആണെങ്കിൽ ഇതും 1.75 ആണ്. ഇത് 1.75 ആയതുകൊണ്ട് ഇതും 1.75 ആണ്. പിന്നെ നമുക്ക് ബാക്കി പേരും കൂടെ കൊടുക്കാം. ABCD പറഞ്ഞു. ABയും CDയും ആണ് കണ്ടുപിടിക്കേണ്ടത്. AB എന്ന് പറയുന്ന ടവർ, ഗോപുരം, CD എന്ന് പറയുന്ന ഹില്ല്. ഇതിന് E എന്ന് പേര് കൊടുക്കാം. EF, ഇവിടെ GH. അപ്പോൾ ആദ്യത്തെ ട്രയാങ്കിൾ CGH എടുക്കാം. CGH. ഈ ട്രയാങ്കിളിൽ tan 60 ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് എന്താണ്? C മുതൽ H വരെ CH ഡിവൈഡഡ് ബൈ അഡ്ജസന്റ് സൈഡ് 40. എതിർവശമാണ് CH, സമീപവശമാണ് 40. ഇനി tan 60 എത്രയാണ്? 60യുടെ നേരെ മൂന്നാമത്തെ കോളം നോക്കുമ്പോൾ 1.7321 എന്ന് വരും. ഈക്വൽ ടു CH ബൈ 40. അപ്പോൾ CH കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 40നെ 1.73 ആക്കി എടുക്കാം. 73 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇനി CH എന്ന് പറയുമ്പോൾ C മുതൽ H വരെയാണ്. അത് ഈ ഹില്ലിന്റെ മുഴുവൻ ഉയരമായില്ല, ഈ കുന്നിന്റെ മുഴുവൻ ഉയരമായില്ല. അതിന്റെ കൂടെ HDയും കൂടെ കൂട്ടിയാൽ മാത്രമേ ഉള്ളൂ. HD എത്രയാണ്? 1.75 ആണ്. അപ്പോൾ ഇത് നമുക്ക് ആദ്യം ഗുണിച്ച് നോക്കാം. 173നെ 40 കൊണ്ട് ഗുണിച്ചാൽ മതി. ഡെസിമലിന് ശേഷം 2 അക്കങ്ങളാണ് വേണ്ടത്. അപ്പോൾ 69.20 എന്ന് കിട്ടി. ഇനി ഹില്ലിന്റെ ഉയരം, അതായത് കുന്നിന്റെ ഉയരം എന്താണ്? കുന്നിന്റെ ഉയരം, ഹൈറ്റ് ഓഫ് ദ ഹിൽ എന്ന് പറയുന്ന ഈ CHന്റെ കൂടെ ഈ HD, അതായത് 1.75 കൂട്ടിയാൽ മതി. അതാണല്ലോ കുട്ടിയുടെ ഉയരം. അതായത് 69.20ന്റെ കൂടെ 1.75 കൂട്ടിയാൽ മതി. അപ്പൊ ഇവിടെ 1.75 കൂട്ടുക, 70.95 മീറ്റർ എന്ന് കിട്ടി. എന്താണ്? ഹില്ലിന്റെ ഹൈറ്റ്. ഇനി നമുക്ക് ടവറിന്റെ ഹൈറ്റും കൂടെ കണ്ടുപിടിക്കണം. ഇനി മുകളിലത്തെ ട്രയാങ്കിൾ CEF നോക്കുക.
ഈ CEF CEFൽ നിന്ന് CF കിട്ടിക്കഴിഞ്ഞാൽ അത് ഈ ഹില്ലിന്റെ ഉയരത്തിൽ നിന്ന് കുറയ്ക്കുക. പിന്നെ 1.75 അതായത് ഇത്രയും കൂടെ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഈ ടവറിന്റെ ഹൈറ്റ്. കാരണം ടവർ ഇത്രയുമാണ്, അത് തന്നെയാണല്ലോ ഇതും അല്ലേ. അപ്പം ആകെ ഹില്ലിന്റെ ഉയരം നമുക്ക് കിട്ടുകയും ചെയ്തു. അതിൽ നിന്ന് ഇത്രയും ഭാഗം കുറച്ചാൽ മതി. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇത് നമുക്കറിയാം 1.75 ആണ്. പിന്നെ CFും കൂടെ കിട്ടിയാൽ മതി. അപ്പോൾ ഇവിടെയും ടാൻ ആണ് വേണ്ടത്. ടാൻ 50 ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് CF എതിർവശം ബൈ സമീപവശം അഡ്ജസന്റ് സൈഡ് 40 തന്നെയാണ്. അപ്പൊ CF ഈക്വൽ ടു ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക 40 ഇൻറ്റു ടാൻ 50. 50യുടെ നേരെ മൂന്നാമത്തെ കോളം 1.1918 എന്ന് കണ്ടല്ലോ. അപ്പൊ ഇതിനെ 1.19 എടുത്താൽ മതി. നമുക്ക് ഗുണിച്ച് നോക്കാം. 1.19 ഇൻറ്റു 40. അപ്പൊ 119നെ 40 കൊണ്ട് ഗുണിച്ചാൽ മതി. 47.60 എന്ന് കിട്ടി അല്ലെ. ഇനി നമുക്ക് ഇത്രയുമാണ് വേണ്ടത്. A തൊട്ട് B വരെയുള്ളതാണ് വേണ്ടത്. നമുക്ക് C മുതൽ F വരെയുള്ള കിട്ടി. ഇനി ഇതും കൂടെ കൂട്ടിയിട്ട് അത് ടോട്ടൽ ഹില്ലിന്റെ ഉയരത്തിൽ നിന്ന് കുറച്ചാൽ മതി. അപ്പോ 47.60 കൂടെ 1.75 കൂട്ടുക. 49.35 എന്ന് കിട്ടിയല്ലോ. ആ 49.35 ഈ ഹില്ലിന്റെ ഹൈറ്റിൽ നിന്ന് കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ടവറിന്റെ ഹൈറ്റ്. ഹൈറ്റ് ഓഫ് ദ ടവർ, ഗോപുരത്തിന്റെ ഉയരം 70.95. ഹില്ലിന്റെ ഉയരത്തിൽ നിന്ന് ഈ 49.35 കുറച്ചാൽ മതി. ഇപ്പൊ 21.60 മീറ്റർ ആണ് ഗോപുരത്തിന്റെ ഉയരം. അപ്പൊ AB എന്നുള്ളത് നമുക്ക് എത്ര കിട്ടി? 21.60 മീറ്ററും ഹില്ലിന്റെ ഉയരം CD എന്നുള്ള 70.95 മീറ്ററും കിട്ടി. ഇനി അഞ്ചാമത്തെ ചോദ്യം ചെയ്യാം. ചോദ്യം ഇതാണ്. എ ബോയ് 1.5 meter tall standing at the edge of a canal sees the top of a tree on the other edge of the canal at an angle of elevation 80 degree. Stepping 15 meter back, he saw the same at an angle of elevation of 40 degree. How wide is the canal and how tall is the tree? അതായത് ഒരു തോടിന്റെ അരികത്ത് നിൽക്കുന്ന ഒരു കുട്ടി അക്കരയോട് ചേർന്ന് നിൽക്കുന്ന ഒരു മരത്തിന്റെ മുകളറ്റം 80 ഡിഗ്രി മേൽക്കോണിൽ കാണുകയാണ്. അതിനുശേഷം 15 മീറ്റർ പുറകോട്ട് ആ കുട്ടി മാറി നിൽക്കുകയാണ്. ആ മാറി നിന്നിട്ട് അതേ മരത്തിന്റെ മുകളിലേക്ക് നോക്കുന്നത് 40 ഡിഗ്രി മേൽക്കോണിലാണ്. അപ്പോൾ കുട്ടിയുടെ ഉയരവും തന്നിട്ടുണ്ട്. ഇവിടെ 1.5 മീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ തോടിന്റെ വീതിയും മരത്തിന്റെ ഉയരവുമാണ് നമുക്ക് കണക്കാക്കേണ്ടത്. ഇവിടെയും ഫിഗർ തന്നിട്ടില്ല, നമുക്ക് ഫിഗർ വരയ്ക്കണം. ഇവിടെ കനാലിനെ ഞാൻ ബ്ലൂ കളറിൽ വെള്ളം മാർക്ക് ചെയ്തിട്ടുണ്ട്. കുട്ടി കനാലിന്റെ ഒരു സൈഡിലാണ് നിൽക്കുന്നത്, മറുവശത്താണ് ട്രീ നിൽക്കുന്നത്. പിന്നെ അന്നേരം ട്രീയുടെ ടോപ്പിലേക്ക് നോക്കുമ്പോൾ 80 ഡിഗ്രി മേൽക്കോണിലാണ്, ആംഗിൾ ഓഫ് എലിവേഷനിലാണ്. കുട്ടി എന്നിട്ട് 15 മീറ്റർ പുറകോട്ട് മാറുമ്പോൾ ഇവിടെ നിൽക്കുന്നു. അവിടുന്ന് സെയിം പോയിന്റിലേക്കാണ് നോക്കുന്നത്. അപ്പോൾ 40 ഡിഗ്രി മേൽക്കോണിൽ ആംഗിൾ ഓഫ് എലിവേഷനിലാണ് കാണുന്നത്. കുട്ടിയുടെ ഹൈറ്റും തന്നിട്ടുണ്ട്. ഇവിടെ ട്രീ എന്ന് പറയുന്നത് A മുതൽ B വരെയാണ് അല്ലെ, മരത്തിന്റെ ഉയരം. പിന്നെ ഉള്ളത് കനാലിന്റെ വീതിയാണ്. കനാലിന്റെ വീതി എന്ന് പറഞ്ഞാൽ FB ആണ്. FBക്ക് ഞാനിവിടെ X എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടുമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. പേര് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ട്രയാങ്കിൾ 80 ഡിഗ്രി ട്രയാങ്കിൾ ആണ് നമുക്ക് നോക്കേണ്ടത്. ACE ആണ് നോക്കുന്നത്. AC അതിനകത്ത് tan 80 ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് എതിർവശം AE വരും ഡിവൈഡഡ് ബൈ സമീപവശം അഡ്ജസന്റ് സൈഡ് അത് X എന്ന് എടുത്തിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് AE കിട്ടുമല്ലോ. AE ഈക്വൽ ടു X tan 80 എന്ന് കിട്ടുമല്ലോ. കാരണം നമുക്ക് AEയും അറിയത്തില്ല Xും അറിയത്തില്ല. മനസ്സിലായോ? ഇനി നമുക്ക് വേണ്ടത് രണ്ടാമത്തെ ട്രയാങ്കിൾ, അതായത് ADE ആണ് വേണ്ടത്. ട്രയാങ്കിൾ ADEയില്
ഇതേപോലെ തന്നെ tan 40 ആണ് അവിടെ ആംഗിൾ. അപ്പോൾ 40യുടെ എതിർവശം എന്ന് പറയുന്നത് AE തന്നെയാണ്. ഡിവൈഡഡ് ബൈ 15 മീറ്റർ കൂട്ടി പുറകോട്ട് മാറി. ഇവിടുന്ന് എക്സ് ഉണ്ട് കനാലിന്റെ വീതി, അതിന്റെ കൂടെ 15 കൂടെ കൂട്ടണം. എക്സ് പ്ലസ് 15. അപ്പൊ അതിൽ നിന്ന് AE എന്ത് കിട്ടും? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എക്സ് പ്ലസ് 15 ഇൻറ്റു tan 40 എന്ന് കിട്ടുമല്ലോ. ഇതിന് രണ്ടിന്റെയും ഇടതുവശം, ഒന്നാമത്തെ രണ്ടാമത്തെ ഇക്വേഷന്റെ ഇടതുവശം സെയിം ആയതുകൊണ്ട് വലതുവശവും ഈക്വൽ ആണെന്ന് എഴുതാമല്ലോ. അപ്പൊ എക്സ് tan 80 ഈക്വൽ ടു എക്സ് പ്ലസ് 15 tan 40 എന്ന് എഴുതാമല്ലോ. ഇനി ഇതിനെ നമുക്ക് ഓപ്പൺ ചെയ്യാം. അപ്പൊ എക്സ് ഇൻറ്റു tan 40 പ്ലസ് 15 ഇൻറ്റു tan 40 എന്ന് വരും. എന്നിട്ട് എക്സ് എല്ലാം കൂടെ ഒരു വശത്തേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതിനെ എന്തെഴുതാം? എക്സ് tan 40 പ്ലസ് 15 tan 40 എന്ന് കിട്ടി. എന്ത്? എക്സ് tan 80 ഈക്വൽ ടു, ഇനി എക്സ് എല്ലാം കൂടെ ഒരു വശത്തേക്ക് കൊണ്ടുവരിക. അപ്പോൾ എക്സ് ഇൻറ്റു ഇത് പ്ലസ് tan 40 ഇപ്പുറത്ത് വരുമ്പോൾ മൈനസ് tan 40 ആവും, എക്സ് tan 40 ആവും. അപ്പോൾ എക്സ് ഇൻറ്റു tan 80 ഓൾറെഡി ഉണ്ട്, മൈനസ് tan 40 ഈക്വൽ ടു 15 tan 40 എന്ന് കിട്ടുമല്ലോ. ഇനി tan 80യുടെയും tan 40യുടെയും വില ഇട്ട് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ആൻസർ കിട്ടാമല്ലോ. എക്സിന്റെ വില കിട്ടും. എക്സ് എന്താണ്? കനാലിന്റെ വീതിയാണ്. അപ്പൊ എക്സ് ഇൻറ്റു tan 80 എന്ന് പറയുന്നത് 80യുടെ നേരെ മൂന്നാമത്തെ കോളം 5.6713 മൈനസ് tan 40 എന്ന് പറഞ്ഞാൽ 40യുടെ നേരെ മൂന്നാമത്തെ കോളം 0.8391 ഈക്വൽ ടു 15 ഇൻറ്റു tan 40 എന്ന് പറയുന്നത് 0.8391. നമുക്ക് 2 ഡിജിറ്റ് എടുത്താലും മതി. അപ്പോൾ ഇതിനെ 5.67 എന്നും ഇതിനെ 0.84 എന്നും എടുക്കാം. ഇവിടെയും 0.84 എടുക്കാം. ഇനി 5.67ൽ നിന്ന് 0.84 സബ്ട്രാക്ട് ചെയ്യാം. 4.83 കിട്ടി. അപ്പോൾ എക്സ് ഇൻറ്റു 4.83 ഈക്വൽ ടു, ഇനി 84നെ 15 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, 12.60. അപ്പോൾ അതിൽ നിന്ന് എക്സ് കണ്ടുപിടിക്കാമല്ലോ. അപ്പോൾ എക്സ് ഈക്വൽ ടു 12.60 ഡിവൈഡഡ് ബൈ 4.83. എന്നിട്ട് ആ എക്സിന്റെ വാല്യൂ ഇവിടെ ഇട്ട് കൊടുക്കുമ്പോൾ AE കിട്ടും. AE ആണ്. AEയുടെ കൂടെ കുട്ടിയുടെ ഹൈറ്റും കൂടെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ ട്രീയുടെ ഹൈറ്റ് കിട്ടും. ഇവിടെ 2.61 മീറ്റർ എന്ന് കിട്ടി. അപ്പോൾ എക്സ് ആരാണ്? കനാലിന്റെ നീളമാണ്. അപ്പോൾ ഇതിനെ നമുക്ക് എന്തെഴുതാം? 2.61 മീറ്റർ എന്ന് ആൻസർ കിട്ടി. അപ്പോൾ ഇത് കനാലിന്റെ വീതി കിട്ടി. ഇനി നമുക്ക് എന്ത് വേണം? AE വേണം. AE എന്ന് പറയുമ്പോൾ എക്സ് ഇൻറ്റു tan 80 ആണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഇക്വേഷൻ റബ്ബ് ചെയ്യാഞ്ഞത്. അപ്പോൾ AE ഈക്വൽ ടു ഒന്നാമത്തെ ഇക്വേഷൻ 2.61 ഇൻറ്റു tan 80. tan 80 എത്രയാണ്? 5.67. അപ്പോൾ 14.8 മീറ്റർ എന്ന് കിട്ടി. AE ആയതേ ഉള്ളൂ, പക്ഷെ നമുക്ക് AB വേണം. അപ്പൊ AB എന്ന് പറയുന്നതാണല്ലോ ട്രീയുടെ ഹൈറ്റ്. അതായത് 14.8ന്റെ കൂടെ കുട്ടിയുടെ ഉയരം കൂടെ കൂട്ടുക, അതായത് ഈ ബിയും കൂടെ കൂട്ടുക. അപ്പോൾ 1.5 ആഡ് ചെയ്യുക. അപ്പോൾ എത്ര വരും? 14.8ന്റെ കൂടെ 1.5 ആഡ് ചെയ്യുക, 16.3 മീറ്റർ എന്ന് കിട്ടി. അപ്പോൾ മരത്തിന്റെ ഉയരം എത്ര കിട്ടി? 16.3 മീറ്റർ. ഇനി നമുക്ക് ലാസ്റ്റ് ആൻസർ ആയിട്ട് എന്തെഴുതാം? ഹൈറ്റ് ഓഫ് ദ ട്രീ, മരത്തിന്റെ ഉയരം സമം 16.3 മീറ്റർ. തോടിന്റെ വീതി, വിഡ്ത്ത് ഓഫ് ദ കനാൽ ഈക്വൽ ടു 2.61 മീറ്റർ. അപ്പോൾ ഈ ചാപ്റ്ററിലെ എല്ലാ ക്വസ്റ്റ്യൻസും നല്ല രീതിയിൽ പഠിക്കുക, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. വിഷ് ഓൾ ദി ബെസ്റ്റ്.